We have landed. How excited are you? She's very excited. Yeah, we've been talking about this for so long. നമ്മളത് ഓഫ് ബോർഡ് ചെയ്യാണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൽക്കഹോളിക്. സോ നമ്മൾ ഇപ്പോൾ ടച്ച് ഡൗൺ ചെയ്തിരിക്കുകയാണ്. എവിടെയാണെന്നല്ലേ, ദി ഗ്രാൻഡ് റിവീൽ. നമ്മൾ ഹോങ്കോങ്ങിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ 4 ഗേൾസും കൂടി ഹോങ്കോങ് ട്രിപ്പാണ്. നമ്മൾ ഈ ജപ്പാൻ എയർലൈൻ, ജപ്പാൻ എയർലൈൻ അടിപൊളി. അപ്പം നമുക്കിവിടെ ഒരു ഫോം ഫില്ല് ചെയ്യാനുണ്ട്. സോ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇമിഗ്രേഷന് പോണിക്ക് മുന്നേ ഇങ്ങനെ ചെറിയൊരു ഫോം ഫില്ല് ചെയ്യാനുണ്ട്. നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് ആണ് അതിൽ കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് വയലിൽ വയ്ക്കേണ്ടത് പ്രീ അറൈവൽ രജിസ്ട്രേഷൻ ആണ്, PAR, ബേസിക്കലി ഹോങ്കോങ് വിസ. സോ ഇത് രണ്ടും കൂടിയിട്ടാണ് നമ്മൾ ഇമിഗ്രേഷനിൽ പോകുന്നത്. ഫോം ഫില്ല് ചെയ്തിട്ടാണ് ഇമിഗ്രേഷനിലേക്ക് പോകാൻ. എവിടെയാണ് ഇമിഗ്രേഷൻ? നല്ല ക്യൂ ഉണ്ട് കേട്ടോ ഇവിടെ. ഇമിഗ്രേഷൻ കഴിഞ്ഞ് പുറത്ത് വന്നു, സ്റ്റാമ്പൊക്കെ കിട്ടി. ആൻഡ് വി ആർ വെയിറ്റിംഗ് ഫോർ ദ ലഗേജ്. ലഗേജ് വന്ന് തുടങ്ങിയിട്ടില്ല. നമ്മളിത് ഈ കൺവേ ബെൽറ്റ് ചുമ്മാ കിടന്ന് ഓടുന്നുണ്ട്. നമ്മളിനി ലഗേജ് എടുത്തിട്ട് വീൽസ് ഹെഡ് സ്ട്രേറ്റ് ടു ദ ഹോട്ടൽ. അതിന് മുന്നേ ഒക്ടോപ്പസ് പാസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്ടോപ്പസ് പാസ് ബേസിക്കലി നമുക്ക് ഇവിടെ എല്ലാ മെട്രോസ്, ട്രാംസ്, സബ്വേസ് ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന കാർഡാണ്. അത് ലോഡ് ചെയ്യുക. അല്ലെ, മെട്രോ കാർഡ് പോലെ പബ്ലിക് ട്രാൻസ്പോർട്ടിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഒരെണ്ണം എടുക്കണം. പിന്നെ വി ഹാവ് ടു ടേക്ക് എ സിം കാർഡ്. അപ്പോൾ വന്നു. ഞാൻ പെണ്ണുങ്ങളവിടെ പിടിച്ചു വെച്ചു. എന്താ സിറ്റി, ഓൾറെഡി വി ഗെറ്റിംഗ് ദ വൈബ്. എന്ത് കിടലാണെന്ന്. വെരി ഓർഗനൈസ്ഡ് ഒക്കെയാണ് തോന്നുന്നു. നമുക്ക് നോക്കാം. അവിടെ ട്രെയിൻസ് ഉണ്ട്. ട്രെയിൻ ടു ദ സിറ്റി, ടിക്കറ്റ്സ് ടു ദ സിറ്റി. നമുക്ക് അത് നോക്കി നോക്കാം. അവിടെ ട്രെയിൻ ടിക്കറ്റ്സ് കിട്ടും. ട്രെയിൻ എവിടെ പോയി കയറാന്നുള്ളത് അറിയില്ല. ചെയ്യേണ്ടത് ഇ-സിം എടുക്കുക, ഒക്ടോപ്പസ് കാർഡ് എടുക്കുക. അപ്പോൾ അതാണ് നമ്മളിതേ ക്യൂവിൽ നിൽക്കുകയാണ് കസ്റ്റമർ സർവീസ് സെൻറ്ററിൽ. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഉണ്ട് കസ്റ്റമർ സർവീസ് സെൻറ്റർ. അപ്പോൾ അവിടെ പോയിട്ട് ഒക്ടോപ്പസ് പാസ് ക്യാബിൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ്. സോ യാ, നമുക്കതിന് റൂമിലെത്തിയിട്ട് കാണാം. നമ്മളുടെ ഹോങ്കോങ് സിറ്റി ഇതൊന്നല്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ബിൽഡിംഗ്. ഇങ്ങോട്ട് പോവാട്ടോ, രസമുണ്ട്. എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്നുണ്ട് ഇവിടെ. ഓ വാവ്, പിള്ളേരെ മുമ്പോട്ട് നോക്ക്, വളിപ്പടിക്കാണ്ട് നോക്കാ. സിറ്റി തെളിഞ്ഞു വരണ കണ്ടോ, അടിപൊളി. ഹായ് മൗണ്ടൻസ്. ബ്രിഡ്ജിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വിയറ്റ്നാം ഇഷ്ടമായില്ലായിരുന്നു. This bridge is very famous. Oh, is it? Yeah. Ah, okay. Beautiful. Name? Chiang Ma is the name of this bridge. Ah, nice. അമ്പര ചുംബികളായ കെട്ടിടങ്ങൾ കണ്ട് ഞാൻ ഞെട്ടി. നമ്മളൊരു ടണലിനുള്ളിലൂടെ. അമ്മ ഭയങ്കര, വൈഷ്ണുവിന്റെ അമ്മ ഭയങ്കര ഫാനാണ് സന്തോഷ് ജോർജ് കുളങ്ങര. ഉണ്ട്, സഫാരി TV ഉണ്ടല്ലോ. Never. No, now. Oh, okay. ഇപ്പോഴല്ല. Maybe 4 years. Oh, okay. വേൾഡ് നമ്പർ 1 എന്താണ്? ഇതാണ് നമ്മുടെ കോലോൺ സിറ്റി. ഫസ്റ്റ് ഹോട്ടലിലെത്തി, റീഗൽ ഓറിയന്റൽ ഹോട്ടൽ. Our first hotel room in Hong Kong. Hey Mesh, ഇത് റൂമിന്റെ കൂടെ വന്നതല്ല, ഇത് ഞാൻ കൊണ്ടുവന്നതാണ് കൂടെ. സോ കയറുമ്പോൾ തന്നെ നമുക്കിവിടെ വാഷ്റൂം ഉണ്ട്, വെരി സ്റ്റാൻഡേർഡ് വാഷ്റൂം. സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുണ്ട്, നമ്മൾക്ക് ഒരു ബാത്ത് ടബും അവർ തന്നിട്ടുണ്ട്. അത് തുറന്നുകൊണ്ട് ഒച്ച ഉണ്ടാക്കണേ. ഇവിടെ ഒരു നല്ല വലിയ മിറർ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ലതാടാ, ഇറ്റ്സ് വെരി പ്രിറ്റി. ഇതാ ഇവിടെ ഓട്ടോമാറ്റിക്കലി ലൈറ്റ് ഒക്കെ കത്തി. അവിടെ ഇവിടെ ഉണ്ട് റൂം സ്ലിപ്പേഴ്സ്, ലോക്കർ വെച്ചിട്ടുണ്ട്, ഒരു സിന്ന വാർഡ്രോബ് ഇരിക്കേ. ഇവിടെയാണ് നമ്മളുടെ 2 ക്വീൻ സൈസ് ബെഡ്.
ഒരു സൈഡ് ടേബിൾ പോലെ സാധനം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഫോണും ബെഡ് സൈഡ് ലാമ്പും ഒക്കെ ഉണ്ട്. പിന്നെ പിന്നെ ഇവിടെ നമ്മളുടെ മിനി ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വലിയ സ്റ്റഡി ടേബിൾ പോലത്തെ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഡ്രോവർ ഉണ്ട് കേട്ടോ. ഡ്രോവറുണ്ട്, 2 ഡ്രോവേഴ്സ് ഉണ്ട്, അത്യാവശ്യം സാധനങ്ങൾ വയ്ക്കാൻ. ഒരു ചെയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഡബിൾ ഡോർ ഫ്രിഡ്ജ്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നമുക്കാണല്ലോ ഒരു സാധനവും വെക്കാനുമില്ല. പിന്നെ ഇത് ഇവിടെ ലഗേജൊക്കെ വെക്കാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഓൾസോ 2 ക്വീൻ സൈസ് ബെഡാണ് ഇട്ടിരിക്കണേ. അത്യാവശ്യം നല്ലൊരു റൂമാണ്. പിന്നെ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതേ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പുറത്തെ വ്യൂ, സിറ്റി വ്യൂ കാണുന്ന റൂമാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ അപ്ഗ്രേഡ് ചോദിച്ചു, അപ്പോൾ അപ്ഗ്രേഡ് റൂമാണ് കേട്ടോ ഇത്. അപ്പോൾ ദിസ് ഈസ് അവർ ഫസ്റ്റ് റൂം ടൂർ ഗൈസ്. അപ്പം നമ്മൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട്. നമ്മളിതേ പുറത്തേക്ക് പോകാൻ റെഡി ആവുകയാണ്. റെസ്റ്റ് ഒന്നും വേണ്ട. മിഷിയൊക്കെ നല്ലോണം കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് അല്ലേ മിഷി? ഞാനും നല്ലോണം കിടന്ന് ഉറങ്ങി ഫ്ലൈറ്റിലൊക്കെ. ആവശ്യത്തിന് റെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോ വിൽ ഹെഡ് സ്ട്രേറ്റ് ടു ഇന്ന് എവിടേക്കാണ്? വിക്ടോറിയ പാർക്ക് പോണം. ഇല്ല, ഫസ്റ്റ് ഫുഡ് പിന്നെ അതുകൊണ്ട് വിക്ടോറിയ ആസ് ഫാർ as attractions go നമ്മള് വിക്ടോറിയ പാർക്ക് പോകുന്നുണ്ട്. വിക്ടോറിയ ഹാർബർ, വിക്ടോറിയ പീക്ക് എന്നല്ലേ, പീക്ക് സോറി ഐ മെന്റ് പീക്ക്. അപ്പൊ അവിടെ പോകുന്നുണ്ട്. പിന്നെ വി ഹാവ് ടു മറ്റേ മോങ്കോ ഷോപ്പിംഗ് and then Waterloo Road. So അവിടെയാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കണേ പോവാൻ. ലെറ്റ്സ് സീ ഹൗ മച്ച് വി കൻ ഗെറ്റ് ഡൺ. ഹലോ, അപ്പൊ ഞാൻ ഡ്രസ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. ഈ പെണ്ണുങ്ങളെന്നെ ഒറ്റയ്ക്ക് കളിക്കുകയാണ്. ഇവിടുന്ന് 15 മിനിറ്റ് നടന്നാൽ നമുക്ക് ഇവിടുന്ന് പിന്നെ ബസ്സിലല്ല ഗൈസ്, പഫറ 10 മിനിറ്റ്സ് നടന്നാല് പാവം കുട്ടി പറ. ബസ് നമ്പർ 14 പിടിക്കാം. എന്താ എങ്ങനെ പോണ്ടേ? MRT പോണോ ബസ് പോണോ? MTR. ഞങ്ങളുടെ അവസ്ഥ 4 പൊട്ടന്മാര് സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയൊക്കെയാണ്. വൈഫൈയും ഇല്ല, സിം കാർഡും ഇല്ല, ഇവിടുത്തെ ഭാഷ അറിയില്ല, ഒരു തേങ്ങാമില്ല. കുറച്ച് മേക്കപ്പ് ഇട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയൊക്കെയാണ്. ഒരു അക്ഷരം ആരോടും ചോദിക്കാൻ അറിയില്ല. അപ്പോൾ നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാം. മൊത്തത്തിൽ നമ്മുടെ ഈ ട്രിപ്പിലൊന്ന് ഫിഗർ ഔട്ട് ചെയ്യും. ഇവിടുത്തെ ആൾക്കാരൊക്കെ എന്തൊക്കെയാ ഭാഷ. ഞാൻ കുറേ ഡ്രൈവറോട് കഥകളി കാണിച്ചിട്ടാണ് എന്തൊക്കെയോ പറഞ്ഞ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ പുള്ളി എനിക്ക് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതെ, വഴിയിൽ നിന്ന് 2 പേരെ കിട്ടിയിട്ടുണ്ട്. അവരെ ഫോളോ ചെയ്യാൻ പറഞ്ഞു. നമുക്ക് അവരുടെ പിന്നാലെ പോവാം. അവരാ MRTയിലേക്കാണ്, അതായത് ട്രെയിൻ സ്റ്റേഷൻ. സോ നമ്മൾക്ക് അവരുടെ കൂടെ പോയിട്ട് കയറി പോവാം. ഓക്കെ, ഇത് സബ്വേ ആണ് ബേസിക്കലി, സബ്വേ സ്റ്റേഷൻ. അപ്പൊ ഞാനിതിന് MTR എന്ന് പറഞ്ഞത് മാവേലി ടിഫിൻ റൂം. പക്ഷെ ഇത് MRT ആണ്. MRT ട്രെയിൻ സ്റ്റേഷൻ, ബേസിക്കലി മെട്രോ പോലെ. അപ്പൊ ഇതാണ് നമ്മുടെ MRT. സോ നമ്മൾ ഇവിടുന്ന് വിക്ടോറിയ ഹാർബറിലേക്ക് പോവാണ്. വിന്റർ വെയറിൽ വരുന്ന ആൾക്കാർ നല്ല ട്രെഞ്ച് കോട്ട്സ് ഒക്കെ കാണുന്നുണ്ടോ? നല്ല രസമുള്ള ട്രെഞ്ച്. ട്രെയിൻ വന്നിട്ടുണ്ട്. ഇതാണ് മാപ്പ്. ഞാൻ പറഞ്ഞു എന്റെ മേത്തേക്ക് 100 സാധനം ഉണ്ട് കയ്യിൽ പിടിച്ചേ. ചിരിച്ചോണ്ടിരിക്കുകയാണ്. ഇല്ല, നിങ്ങളുടെ ഒരു പിണ്ടാക്കി കൊടുക്കില്ലേ? ഓടിക്കോ. ഒരു ഡെക്കറം ഉണ്ട് ഒരു മെട്രോ കയറിയാല്. അല്ല, വിക്ടോറിയ ഹാർബർ. ആപ്പിളിന്റെ ഒരു വലിയ സ്റ്റോറാണ്. അതൊരു ഓഫീസ് പോലെയാണ്. നല്ല രസമുണ്ട്. ഇതിനുള്ള ഇല്ലാത്ത ബ്രാൻഡ്സ് ഒന്നും ഇല്ല കേട്ടോ ഇവിടെ. നല്ലതാ. ലൂയി വിത്തോൺ എല്ലാം ഉണ്ടടാ. ഷനൽ, ഡിയോർ. ഈ വാക്കിംഗ് സ്ട്രീറ്റിൽ തന്നെ, ഈ സ്ട്രീറ്റിൽ തന്നെ എല്ലാം ഉണ്ട് കേട്ടോ. ക്ലാസിക് ബാഗ്, അതാ ഡിയോർ.
കേട്ടിട്ടില്ല അത് പറഞ്ഞിട്ടുണ്ട്, ഷോമേന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ തന്നെയാണെന്നോട് എനിക്കറിയില്ല. നല്ല ഭംഗിയുണ്ട്, രാത്രിയായി വരുന്നവരും കാണാൻ നല്ല രസമാണ്. അതൊക്കെ പേടിയില്ല എനിക്കല്ലേ. ഇതാണോ നമ്മളുടെ അവിടെ എന്താ സിറ്റി വ്യൂ? സിറ്റി വ്യൂ ഞാനും എടുത്തു തരാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ. സിറ്റി വ്യൂ വെരി വ്യൂ. ഈ ഫുള്ള് ക്രൂസ് കറങ്ങാൻ ഒരു 45 minutes. അവർ നമ്മളത് എത്രയാണ് ചോദിച്ചത്? ടു ബിഗിൻ വിത്ത് 800 ഹോങ്കോങ് ഡോളേഴ്സ് ചോദിച്ചു, വിച്ച് ഇസ് നമുക്കൊരു റഫ്ലി 8,000-9,000 rupees. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതിങ്ങനെ ക്രൂസ് എടുക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് എനിക്ക് ലൈറ്റ് ഷോ കാണാൻ പറ്റും. സിംഫണി ഓഫ് ലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ലൈറ്റ് ഷോ ഉണ്ട്. അപ്പോൾ നമ്മൾ അത് കാണാൻ ഇവിടെ വന്നിട്ട് സാധനം പറഞ്ഞ് ഈ ലൈറ്റ് ഷോയ്ക്ക് പോകുന്ന ആൾക്കാരാണ് ഈ തോണിയിൽ കയറിയിട്ട്. പക്ഷെ എന്താ ലൈറ്റ്സ് ഒക്കെ ഉള്ളത്, നല്ല ഭംഗിയുണ്ട്. പ്രോപ്പർ സിറ്റി, സ്ക്രൈപ്പേഴ്സും ഇതല്ലേ ആ ഡ്രാഗൺ ബോട്ട് പോലത്തെ അല്ലേ? ഡ്രാഗൺ ബോട്ട് ഇതായിരിക്കില്ലല്ലോ ലൈറ്റ് ഷോ. എനിക്ക് തോന്നുന്നു വെള്ളത്തിൽ നിന്ന് വരുന്നല്ലേ. അല്ലേ? ആണ് കേട്ടോ. അതാണ് അവിടെ പോയി ഡോക്ക് ചെയ്യണേ ഇതൊക്കെ. ഇവിടെയും കളിക്കണോ ആ സാധനം. പിന്നെ അവിടെ ആ ഒരു ബിൽഡിങ്ങിലുണ്ട്, എല്ലാവരും വീഡിയോ എടുത്ത്. ഓ വെരി നൈസ്. അത് ഇതാണ് സിംഫണി ഓഫ് ലൈറ്റ്സ്. ഒരു 30 minutesന്റെ ലൈറ്റ് ഷോ ആണ്. പല ബിൽഡിങ്സിലും പല കളേഴ്സിൽ പല ലൈറ്റ്സുകൾ സിങ്ക്രണൈസ് ചെയ്ത് വരും. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഡിന്നർ കഴിക്കാൻ പോവാണ്. നെക്സ്റ്റ് ഒരു വലിയ ഹലോ കിറ്റി ഇരിക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് കയറി നോക്കാം. എന്താണോ ആൾക്കാരൊക്കെ പോകുന്നുണ്ട്, നമുക്ക് നോക്കി നോക്കാം. കുട്ടികളൊക്കെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു പ്രോപ്പർ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കാൻ. ഇതൊരു മോളാണെന്ന് തോന്നുന്നുണ്ട്. സോ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എടാ ഇവിടേക്കല്ല, അപ്പുറം പോണം, അങ്ങോട്ടേക്ക് പോണം. നമ്മൾ ജസ്റ്റ് ഒരു മോളിലേക്ക് വന്നിരിക്കുകയാണ്. അത് ഇവിടെ ഉണ്ട്. നൂഡിൽസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. 440 അങ്ങനെ മാക്സ് നൂഡിൽസിന് കുറച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ മെക്ഡിയിലേക്ക് വന്നു. മെക്ഡിയിൽ വന്നിരിക്കുകയാണ്. ഇവർക്ക് വിശപ്പ് മാറിയില്ല. നമ്മൾ ഒരു റൗണ്ട് ഓഫ് ഡിന്നർ കഴിഞ്ഞതാണ്. അപ്പോൾ നെക്സ്റ്റ് റൗണ്ട് ഓഫ് ഡിന്നറിന് വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് റൂമിലേക്ക് തിരിച്ചു പോവാണ്. സമയം എത്രയായി മിഷി? മുമ്പിൽ കയറിയിരിക്കുന്നു. അതാണോ സമയം? 10:45 ആയിട്ടുണ്ട്. ഒരു ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇയാള് പറയാണ് ബാംഗ്ലൂരിലെ ഓട്ടോചാട്ടന്മാരൊക്കെ രാവിലെ ഇരിക്കില്ല, അങ്ങനെ ഇരിക്കുകയാണ് മൂടിയിട്ട്. തണുപ്പത്ത് വന്നിരിക്കുകയാണ് ചെറിയ ചെറിയ തുണികളായിട്ട്. ആ മോന്തെ ഒന്ന് കാണിക്കാൻ നോക്കട്ടെ. എന്താടോ ഞാൻ വരച്ചിട്ടാണെങ്കിലും മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. എടാ ഞാൻ ഹിമാചൽ ഇങ്ങനെ പാക്ക് ചെയ്ത് എനിക്ക് അഞ്ചേച്ചി പറഞ്ഞതാണ് നീ എന്തിനാണ് വന്നതെന്ന്. എന്നിട്ട് ഇട്ട തുണി ഞാൻ ഇട്ടോണ്ടിരുന്നു. അതാരാ? അപ്പൊ നമ്മള് ചെയ്യണം.
അപ്പൊ നമ്മള് തിരിച്ച് ഹോട്ടലിലേക്ക് പോവാണ്. കൊറേ മല മാത്രം കാണാന്ന്. ഈ തണുപ്പത്ത് അപ്പൊ നമ്മള് ഒന്ന് കുറച്ചു നേരം അപ്പൊ നമ്മള് റൂമിൽ പോയിട്ട് നാളെ നമ്മൾ ഡിസ്നി ലാൻഡ് പോവാണ് ഗായ്സ്. സോ നാളെ കാണാം. ബൈ ബൈ. അപ്പൊ ഞാൻ ഈ വ്ളോഗ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പൊ അടുത്ത വ്ളോഗായിട്ട് കാണുന്ന വരെ ബൈ ബൈ. ടാറ്റാ. ടേക്ക് കെയർ. ബൈ. എല്ലാവരും സൈൻ ഓഫ് പറയൂ ഗൈസ്. സൈൻ ഓഫ്. അത് വേണ്ട മെസ്സി. ബൈ.